ഒരമണിക്കൂർ ഉണ്ടെങ്കിൽ തുടക്കക്കാർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 2.90 മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്റർ തികച്ചില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. സാധാരണ പോലെ തുണി 4ആയിട്ട് മടക്കി ഇടുക. അപ്പോൾ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. 2 പീസായിട്ട് മടക്ക് വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ 2 പീസായിട്ട് മടക്കാണ് വരണേ. അതുപോലെ തന്നെ മുകൾ വശം കംപ്ലീറ്റ് മടക്കാണ്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ഇനി നമുക്ക് ഇതിലെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടിഭാഗത്തേക്കായിട്ട് ഫുൾ ലെങ്ത് എടുത്തിരിക്കണം 44.5 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന്റെ നേരെ അടിയിലേക്ക് ഞാൻ ആംഹോളിന്റെ ഇറക്കവും 6.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് 6.5 ഇഞ്ച് ലെങ്ത് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് 9.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ 9.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നെക്കിന്റെ വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നെക്കിന്റെ വീതി ഞാനിവിടെ 4 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ 4 ഇഞ്ച് നെക്കിന്റെ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിന്റെ ഇറക്കം ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പൊ എവിടെയാണ് 4 ഇഞ്ച് വരുന്നത് അതും കൂടി അങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ അങ്ങ് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. അതിനായിട്ട് അടിഭാഗത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്നും അടിയിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിനങ്ങ് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്തു. ഈ നെക്ക് മാർക്ക് ചെയ്ത ഈ ഒരു കോർണർ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് അതങ്ങ് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതുപോലെ ഞാൻ അങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നമ്മളിതിൽ സാധാ പോലെ ആംഹോൾ കർവ് ഒന്നും അല്ല കേട്ടോ വരച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണ്ട മെഷർമെന്റ് ഇതാണ്. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞാൽ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് സാധാ പോലെ എ ലൈനിന്റെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നേരെ അടിയിലേക്ക് വേസ്റ്റിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത് ഞാൻ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകളിൽ ടേപ്പ് വെച്ചിട്ട് വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അവിടുത്തെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഓൾമോസ്റ്റ് സ്ലിറ്റ് ഓപ്പണിൻ്റെ ആ ഒരു ലെങ്ത് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ 18 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെയാണ് 18 ഇഞ്ച് വരുന്നത് അവിടെ അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 18 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം നമുക്ക് കൊടുക്കാം. ഞാൻ അവിടെ 10.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 10.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഞാനൊരു 1.25 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.25 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അതും കൂടി അങ്ങ് മാർക്ക് ചെയ്തു. അങ്ങനെ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 പോയിന്റുകളൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ആ 3 പോയിന്റുകളും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്.
ഇനി ഇതേ ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അടിയിലേക്ക് നമ്മൾ സാധാരണ എ ലൈനിന് മാർക്ക് ചെയ്യണ പോലെ ഒന്ന് ഡയഗണലായിട്ട് അറ്റം വരെ അങ്ങ് ചെരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അടി വരെ ചെരിച്ച് മാർക്ക് ചെയ്ത് പോവാം. അപ്പം ഞാൻ ഇതുപോലെ ചെരിച്ച് അറ്റം വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെരിച്ച് അറ്റം വരെ മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു അടിവശം തൂങ്ങി നിൽക്കാണ്ടിരിക്കാനായിട്ട് അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഓൾമോസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ആ ഒരു 2.5ക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ബോഡി പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മുകൾ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വരച്ചേക്കട വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ അതേ ചെരിച്ച് ഇവിടെ വന്ന് പിന്നെ സാധാ പോലെ തന്നെ നമുക്ക് അടിയിലേക്ക് കട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സാധാ അടിയിലേക്ക് സാധാ പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതേ ബോഡി പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ 2 പീസാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്കിത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഒരേ വലുപ്പത്തിൽ ഞാൻ ഇതുപോലെ 2 പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു. അപ്പോൾ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു മുകൾ ഭാഗത്താണ്. ഇവിടെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ആയിട്ട് 16 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിത് സാധാ പോലെയല്ല സ്ലീവ് വരണേ, നെക്കിൻ്റെ അവിടെ നിന്നാണ് സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2-3 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് എല്ലാം കൂട്ടിയിട്ട് 16 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ അടിയിലേക്ക് ഞാൻ 13.25 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്ത് എത്രയാ 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റിക് ഇട്ട് കൊടുക്കണോണ്ട് അതിൻ്റെ ഇരട്ടി വേണം. അപ്പോൾ 4ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 8ആണ് വരുന്നത്. ആ ഒരു 8ൻ്റെ കൂടെ ഞാനൊരു 5.25 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ അടിയിലേക്ക് ഞാൻ 13.25 ഇഞ്ച് എടുത്തിരിക്കണേ. നെക്കിറക്കത്തിൻ്റെ ഡബിള് പ്ലസ് ഞാനൊരു 5.25 ഇഞ്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ സ്ലീവ് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ സിമ്പിളാണ് കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി പോർഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പോർഷൻ. അത് ഈ ഒരു അടിവശത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ അത് വേണം ഈ ഒരു അറ്റത്ത് വരാനായിട്ട്. നമ്മൾ നെക്കിൻ്റെ ഇങ്ങോട്ടുള്ള വീതി 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് കറക്റ്റ് ഇവിടെ വരണം. ഈ ചെരിച്ചിട്ട് നമ്മൾ ആ ഒരു ചെരിച്ചൊരു ഇത് കട്ട് ചെയ്തില്ലേ അത് ദേ ഈ ഒരു അറ്റത്തും വരാൻ പാകത്തിന് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഈ ഒരു മുകളിൽ നിന്നുള്ള ലെങ്ത് 8 ഇഞ്ചിനേക്കാൾ കൂടുതലില്ലേ എന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് നോക്കി ഇപ്പോൾ 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ അത് മതി. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്യാം. ഈ ഒരു ക്ലോത്തിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഷേപ്പ് ഈ ഒരു ക്ലോത്തിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ ഒരു ഷേപ്പ് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ.
ദേ ചെരിച്ച് കട്ട് ചെയ്തു കഴിഞ്ഞിട്ടില്ല. നമുക്കിനി സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെയും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 10.5 ഇഞ്ചാണ് കേട്ടോ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അടിവശത്തായിട്ട് ഞാനൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അറ്റത്തും 10.5 ഇഞ്ച് മാർക്ക് ചെയ്തേ. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും ഈ 10.5 ഇഞ്ചും മാർക്ക് ചെയ്തൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പം അത് ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിലങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ദേ ഇപ്പം നമ്മൾ 2 സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കുള്ള സ്ലീവ് നമ്മൾ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.